ഒരു മിത്തിന് ലിമിറ്റൊക്കെ ഉണ്ട്. യുവന്മാർ പറഞ്ഞ വെച്ചാൽ മനുഷ്യനല്ല വലുത്, ദൈവമാണ് വലുത്, ഭക്തിയാണ് വലുത്, ഭക്തി ഉണ്ടെങ്കിലേ ശക്തിയുള്ളൂ, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ലാലേട്ടനെ വെറുതെ നല്ല ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നവരുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് കൊണ അടിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. മോഹൻലാൽ മോഹൻലാൽ ഇതിന് പോസിറ്റീവ് ഒന്നുമില്ല. മോഹൻലാൽ മനുഷ്യൻ എനിക്ക് സങ്കടം വരുന്നു. ശിവപുരാണം എന്ന് പറയാം. അതായത് കിരാതനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ വേറൊരു അംശമാണ്, അതായത് കാട്ടാളൻ, പിന്നെ രുദ്രൻ, അങ്ങനെ ഓരോരോ സംഭവങ്ങളാണ്. അപ്പോൾ ശിവപുരാണം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയാൻ പറയാം. ഫസ്റ്റ് ഹാഫ് തന്നെ ഏറ്റവും ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ തന്നെ ഈ റൊമാൻറ്റിക്കിൽ വരുമ്പോൾ തന്നെ നടൻ വന്നിട്ട് പറയും, ഞാൻ ഒരു തട്ട് തട്ടുമ്പോൾ നീ എനിക്ക് വെള്ളം തരണം, ഞാൻ രണ്ടാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്ക് ആഹാരം തരണം, ഞാൻ മൂന്നാമത്തെ തട്ട് തരുമ്പോൾ നീ എനിക്കൊരു ഉമ്മ തരണം. ഇതൊക്കെ വൻ കോമഡി ആയിപ്പോയി ബ്രോ. ഇതൊക്കെ റൊമാൻറ്റിക്കിലൊക്കെ വൻ. പടത്തിൻ്റെ ഇതിൽ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്നത് ഡബ്ബിങ് വെറും മോശം എന്ന് വെച്ചാൽ വെറും മോശം. ഇതിനെങ്ങാട്ട് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഡബ് ചെയ്യുമായിരുന്നല്ലേ. എന്തോന്നൊരു ഒരു ശബ്ദം ഗാംഭീര്യം, നായകനായിട്ട് വന്നാൽ നായകനൊരു ബിൽഡപ്പ് കൊടുക്കണമെങ്കിൽ ശബ്ദം വേണം. പ്രഭാസിൻ്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഡബ്ബിങ് കേട്ടിട്ടുണ്ടല്ലോ, നല്ല ശബ്ദ ഗാംഭീര്യം തന്നെയല്ലേ. ഇതെന്തരടേ, ഒരു അവിയലും ഇല്ല. ലാലേട്ടൻ കുറച്ച് സമയമുള്ളൂ വന്ന്, പുള്ളിയുടെ ആ ഒരു രീതി ഒന്ന് ചെയ്തിട്ട് പുള്ളി അതങ്ങ് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ലാലേട്ടൻ നമ്മൾ ഒരുപാട് ഫൈറ്റ് അങ്ങനെ ഒരു ചെറിയൊരു സംഭവമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് ശിവപുരാണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കളിയാക്കി പറയാനില്ല. ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരക്കാൻ മൂഞ്ചി, തേങ്ങ മൂഞ്ചി, പടം കണ്ട ഞാനും മൂഞ്ചി, അല്ലാതെ ഞാനെന്തൊരു പറയാ. ലാലേട്ടന് നല്ലൊരു വിചാരിച്ചില്ല, എങ്ങനെയുണ്ടോ കണ്ടപ്പോൾ? ഇല്ല, അങ്ങനെ ട്രോൾ മെറ്റീരിയൽ അങ്ങനത്തെ ഒന്നും അല്ല. ലാലേട്ടന് നല്ലതായിരുന്നു. ലാലേട്ടൻ മാത്രമാണ് എങ്ങനെയാണ് പടത്തിൽ പോസിറ്റീവ്. ലാലേട്ടൻ പ്രഭാസം തന്നെയാണ് പക്ക നല്ല പടമാണ്. അങ്ങനത്തെ ഒന്നും ലാലേട്ടൻ ഒരു പക്ക ഒരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് പടം, ആ ഒരു ലെവലിൽ കാണാൻ പറ്റിയ പടം. പടം കൊള്ളാം, അടിപൊളിയാണ്. നമ്മളൊരു ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാണ് കഥ പറയുന്നത്. അപ്പം അതിൽ എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം കഥയ്ക്കനുസരിച്ചും അല്ലാതെ ഈ നമ്മളെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സിനിമയുടെ ഭാഗങ്ങളും അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ കുറച്ചുകൂടെ ഒരു വികാരവും കാര്യങ്ങളൊക്കെ തോന്നുന്ന രീതിയിലാണുള്ളത്. പിന്നെ ലാലേട്ടൻ്റെ റോളും കാര്യങ്ങളും എല്ലാം കുറച്ച് നേരം ഉള്ളുവെങ്കിലും അതും ഒരു ഇറവോടുകൂടിയുള്ളൊരു സാന്നിധ്യമാണ്. നന്നായിട്ട് കുഴപ്പമില്ല ബ്രോ, ഒരു ആവറേജ് ഫീലാണ്. എസ്പെഷ്യലി നായക നടൻ പോരാ, പെർഫോമൻസ് പോരാ. കാരണം പുള്ളിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഇതില്ല. അത് എക്സ്പ്രഷൻ ആയിരുന്നു, ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ല, ഒന്നുമില്ല. പുള്ളിയുടെ എന്താ പറയുക, വോയിസിലായിരുന്നാലും നമുക്ക് ആ ഒരു ഹീറോ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് സീൻസ്, ക്രിഞ്ച് സീൻസ് ആവശ്യമില്ലാണ്ട് വലിച്ചു നീട്ടി പടത്തിൻ്റെ ലെങ്ത് കൂട്ടുന്നതല്ലാതെ അത് പടത്തിനൊരു യൂസ്ഫുൾ ആവുന്നില്ല. കാരണം ഒരു ഡിവോഷണൽ സ്റ്റോറി ലൈനിൽ വന്നിട്ട് ഇത് ആവശ്യമില്ലാതെ റൊമാൻറ്റിക് സീൻസ് ആയിപ്പോയി. പിന്നെ പടം ഓണാകുന്നത് ലാലേട്ടൻ്റെ സീൻ വരുമ്പോഴും പ്രഭാസ് വരുമ്പോഴും മാത്രമാണ്. അവരുടെ രണ്ടുപേരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കൂടിയുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കുഞ്ഞു റോളാണ്, ചെറിയൊരു ക്യാമിയോ ഗസ്റ്റ് റോളാണ്. കുറച്ചുകൂടി വേണമായിരുന്നു എന്നൊരു ഫീൽ തോന്നും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ റോളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആചാരങ്ങളുള്ള പടമാണ്, കൊള്ളാം, നല്ല മോഹൻലാലിന്റെ കഥാപാത്രം 2 മിനിറ്റ് അല്ലോ, കൊള്ളാം, നല്ല റോളായിരുന്നു. 10 പൈസയ്ക്ക് കൊള്ളൂല എന്ന് പറഞ്ഞാൽ 10 പൈസയ്ക്ക് കൊള്ളൂല. ഇത്രയും മോശമായ പടം ഒരിടത്തും കണ്ടിട്ടില്ല, ഒരു വകയ്ക്കും കൊള്ളൂല. പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ വെറുതെ ടൈം കളയുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോണില്ല. കാണാണ്ടിരിക്കണാണ് നല്ലത്. മോഹൻലാൽ 5 മിനിറ്റ് എന്തോണം ഉള്ളത്. ഇത് ഇവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഭേദമായിട്ടുണ്ടെന്നല്ലാണ്ട് സിനിമ വെച്ച് സ്ക്രിപ്റ്റ് വെച്ച് നോക്കുമ്പോൾ 10 പൈസയ്ക്ക് കൊള്ളൂല. പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള 3 മണിക്കൂർ നിങ്ങൾ വെറുതെ നശിപ്പിക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകില്ല. ഇഷ്ടപ്പെട്ടില്ല, അവൻ പറഞ്ഞതന്നെ ഒന്നും പറയില്ല, പറയാതിരിക്കണേണ് ഭേദം. കാരണം പ്രത്യേകിച്ചൊന്നും പറയില്ല പടത്തെ പറ്റി. ആകെപ്പാടെ കുറച്ച് മ്യൂസിക് കുറച്ച് കൊള്ളാന്ന്. മോഹൻലാൽ അവിടെ 10 മിനിറ്റ് പോയി. കാരണം ആ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പും ആ പടം ഒരു 5-10 മിനിറ്റിനകത്ത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. പിന്നെ പ്രഭാസ് കുഴപ്പമില്ലായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ക്ഷേത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 മിനിറ്റേ ഉള്ളൂ, പക്ഷേ അത്രയും മതി. കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ അലക്കുമായിരുന്നു. പ്രവാസം മോഹൻലാലും മേക്കിങ്ങും പോറാണ്, നല്ല പോറാണ്. ലാഗുണ്ട് അങ്ങനെ ലാലേട്ടൻ്റെ ഒരു വിളി വരുമ്പം ഇത്തിരി മതി, അത്രയാണ്. ഭക്തിയിലുള്ളവരാണെങ്കിൽ ഒരു പിന്നെ മറ്റേ ചന്ദനത്തിരിയും കർപ്പൂരമൊക്കെ എണ്ണ പൂജിക്കാം. അല്ലാത്തവർക്ക് ആവറേജ് ഒന്നുമില്ല. മോഹൻലാൽ അത്രയൊന്നും ഇല്ലല്ലോ, ആകെ ഒരു 5 മിനിറ്റ് അത്രയും. ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. നല്ല മൂവി, ഒരു 1 ടൈം സുഖമായിട്ട് വാച്ച് ചെയ്തിരിക്കാം, ഒരു പ്രശ്നമില്ല.
തെലുങ്ക് സിനിമ ഇവിടെ എത്രത്തോളം ഓടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് അന്തസ്സായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം, ഒരു പ്രശ്നമില്ല. എല്ലാവരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് പറയണ്ട, എല്ലാവരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന് കുറച്ച് റോളേ ഉള്ളൂ, ഉള്ളത് കുഴപ്പമില്ല. ലാലേട്ടൻ പിന്നെ ഒന്നും മോശമാക്കില്ല. പല പടങ്ങളിലും ലാലേട്ടൻ്റെ പടം ഓടാതെ ലാലേട്ടൻ മോശമായിട്ടല്ലല്ലോ. ലാലേട്ടൻ്റെ ഒരു ശൈലി, ഒരു ഇൻബോൺ ആക്ടറാണല്ലോ. അപ്പം അതിന് നമ്മൾ അംഗീകരിച്ചാൽ പറ്റുള്ളൂ. ഏത് റോൾ കൊടുത്താലും ഇല്ല. നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമില്ല. മനഃപൂർവ്വം ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടി പറയണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. സുഖമായിട്ട് നമ്മളൊരു എന്റർടൈൻമെന്റ് വേണ്ടിയുള്ള സിനിമ ആണ്, നമ്മൾ ബുദ്ധി കളിക്കാൻ വേണ്ടിയല്ല.